Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി സ്വിസ് റോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കേക്കിന് ഞാനൊരു ഫ്ലോറൽ പ്രിൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വരുത്തുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 നുള്ളു ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനത് 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. ഇനി മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ പൗഡറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാര പൊടിച്ചത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആദ്യം കുറച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ കേക്കിന് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് കൊടുക്കണില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആദ്യം കുറച്ചെടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സോസ് പാനിലാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ ഈ സോസ് പാൻ ഞാൻ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കേക്ക് ടീൻ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ഈ ബാറ്ററിയിൽ നമുക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്പ് ഇറ്റിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ നല്ലൊരു കളർ കിട്ടും. എന്നിട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്തതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നൊരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് ഇതിലത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി ഞാൻ ഇതുപോലത്തെ ഫോണ്ടൻ കട്ടർ വെച്ചിട്ടാണ് ഈ ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ മതിയെങ്കിൽ നമുക്ക് വല്ല കുപ്പിയുടെ മൂടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടറൊക്കെ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ പുരട്ടി കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഇതുപോലെ വെച്ച് കൊടുക്കാം.
ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കേക്ക് ബേക്ക് ചെയ്തെടുത്ത പോലെ തന്നെ ഇതും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് പാനിലേക്ക് ഞാൻ കേക്ക് ടീന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ ചൂട് പോയപ്പോൾ ഞാൻ അതിലത്തെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോറൽ പ്രിൻറ്റ് ഒന്ന് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ മുറിച്ച് മാറ്റിയിട്ടുള്ള കഷ്ണങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ പതുക്കെ റോൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ബട്ടർ പേപ്പറിൽ റോൾ ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വിസ് റോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്വിസ് റോൾ കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ഡിസൈനും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.